ത്രിയേക ദൈവത്തിന് സ്തുതി. ദുഃഖ ശനിയാഴ്ച അഥവാ അറിയിപ്പിൻ്റെ ശനിയാഴ്ച. ദുഃഖ ശനിയാഴ്ച നമ്മളിൽ നിന്ന് വാങ്ങിപ്പോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിനമാണ്. ദുഃഖ വെള്ളിയാഴ്ച കർത്താവ് കുരിശിൽ മരിച്ചു. ദുഃഖ ശനിയാഴ്ച കർത്താവ് അഗാധങ്ങളിലേക്ക്, പാതാളങ്ങളിലേക്ക് ഇറങ്ങി അവിടെ ഉണ്ടായിരുന്ന ആത്മാക്കളോട് സുവിശേഷം അറിയിക്കുകയും ചെയ്തു. ദുഃഖ ശനിയാഴ്ചയെ പ്രകാശത്തിൻ്റെ ശനിയാഴ്ച എന്ന് വിളിക്കാറുണ്ട്. കാരണം യേശുക്രിസ്തു അന്ധകാരത്തിൽ കിടന്നിരുന്ന ആത്മാക്കൾക്ക് സുവിശേഷത്തിൻ്റെ പ്രകാശം നൽകിയപ്പോൾ ഓരോ ആത്മാക്കളും പ്രകാശിതമായിക്കൊണ്ട് അവർ രക്ഷയുടെ അനുഭവത്തിലേക്ക് എത്തിച്ചേർന്നു. ഇത് നമുക്ക് വലിയ പ്രത്യാശ തരുന്ന ഒരു ദിനമാണ്. തൻ്റെ മൃതിയാൽ നമ്മുടെ മൃതിയെ അവൻ നീക്കിക്കളഞ്ഞു. ഇത് മൃതരായവർക്ക് ജീവൻ നൽകും എന്ന വലിയ പ്രത്യാശയാണ് നൽകുന്നത്. 1 പത്രോസ് 3:19 പാതാളത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നവരുമായ ആത്മാക്കളോട് താൻ പ്രസംഗിച്ചതായി വ്യക്തമാക്കുന്നുണ്ട്. ബന്ധനസ്ഥരായ ആത്മാക്കൾ അവർ ശരീരത്തോടു കൂടിയാണെങ്കിലും ശരീരത്തിലല്ല എങ്കിലും വചനം സ്വീകരിച്ചാൽ അവർക്ക് ബന്ധനം വിമോചനമായി മാറി ജീവൻ ലഭിക്കുന്നു. ഇതാണ് ദുഃഖ ശനിയാഴ്ച നമ്മൾ ധ്യാനിക്കുന്നത്. അപ്രത്യാശ ഉള്ളതുകൊണ്ടാണ് പിതാക്കന്മാർ നമ്മോട് ദുഃഖ ശനിയാഴ്ച വാങ്ങിപ്പോയ ആത്മാക്കളെയെല്ലാം വിശുദ്ധ കുർബാനയിൽ ഓർക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ പാതാള പ്രവേശനം ക്രിസ്തുവിൻ്റെ കാൽവരിയിലെ യാഗം ജീവിച്ചിരിക്കുന്ന ആളുകളെ മാത്രം ഉദ്ദേശിച്ചുള്ളതല്ല എന്ന് വ്യക്തമാക്കുന്നു. ക്രിസ്തു മരിച്ചത് വർത്തമാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമായിരുന്നില്ല. ക്രിസ്തുവിൻ്റെ യാഗത്തിന് ഭൂതകാലത്തിലേക്കും വർത്തമാനകാലത്തേക്കും ഭാവി കാലത്തേക്കുമുള്ള മാനങ്ങളുണ്ട്. ക്രിസ്തുവിൻ്റെ യാഗം ജീവനുള്ളവർക്ക് മാത്രമല്ല, അതിൽ വാങ്ങിപ്പോയവരെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നതുകൊണ്ടാണ് വിശുദ്ധ കുർബാന ജീവനുള്ളവരുടെയും വാങ്ങിപ്പോയവരുടെയും കൂടെയാകുന്നത്. ഉച്ചയ്ക്ക് മുമ്പ് മധ്യാഹ്ന നമസ്കാരവും തുടർന്ന് വിശുദ്ധ കുർബാനയും നടത്തുന്നു. ദുഃഖ വെള്ളിയാഴ്ച കബറടങ്ങിയ ത്രോണോസിലല്ലാതെ വേറെ ത്രോണോസിലോ വെളിയിലോ ആണ് വിശുദ്ധ കുർബാന ചൊല്ലുന്നത്. ക്രിസ്തു പാതാള പ്രവേശനം ചെയ്തതുപോലെ വിശുദ്ധ കുർബാന അനന്തരം പ്രദക്ഷിണമായിട്ട് സെമിത്തേരിയിലേക്ക് പോവുകയും പരേതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ വിശുദ്ധ കുർബാനയോടുകൂടെ കഷ്ടാനുഭവ ആഴ്ചക്രമങ്ങൾ അവസാനിക്കുന്നു. ഓരോ ദുഃഖ ശനിയാഴ്ചയും കർത്താവിനെ അടക്കിയ ആ സ്ഥലത്ത് ഒരു പ്രകാശമുണ്ടാവുകയും ഗ്രീക്ക് സഭയുടെ പ്രധാന പിതാവ് അവിടെ ചെന്ന് ആ പ്രകാശത്തിൽ നിന്ന്, ആ തീജ്വാലയിൽ നിന്ന് മെഴുകുതിരി കത്തിച്ച് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നത് ഇന്നും നടക്കുന്ന ഒരു സംഭവമാണ്. ഞങ്ങൾ കൃപയും